കാനഡയിലെല്ലാം കിട്ടും. ഒന്നും ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. കനേഡിയൻ പ്രവാസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കാനഡയിലേക്ക് വരുമ്പം മെയിനായിട്ട് കൊണ്ടുവരേണ്ട കുറച്ച് സാധനങ്ങളും പിന്നെ ഇവിടെ നോർമൽ വില കുറച്ച് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ, അതായത് നമ്മൾ അവിടെ നിന്ന് വലിച്ചുവാരി കൊണ്ടുവരേണ്ട ഇവിടെ തന്നെ നമുക്ക് വാങ്ങാവുന്ന കുറച്ച് സാധനങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ പാക്ക് ചെയ്ത് മസ്റ്റായിട്ട് കൊണ്ടുവരേണ്ട കുറച്ച് സാധനങ്ങൾ. അത് ഇച്ചിരി ലോങ് വീഡിയോ ആണെന്ന് തോന്നുന്നു, എന്നാലും ഞാൻ മാക്സിമം ചെറുതാക്കി പറയാം. നമ്മൾ ആദ്യം കൊണ്ടുവരേണ്ടത് മെയിനായിട്ട്, ഞാനിപ്പോൾ നമ്മുടെ കിച്ചണിലേക്കുള്ള സാധനങ്ങൾ തുടങ്ങാം. മെയിനായിട്ട് നമ്മളൊരു കുക്കർ കൊണ്ടുവരണം. ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു കുക്കർ തന്നെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് യൂസ് ചെയ്യാം. സാധനം ഇവിടെ കിട്ടും, പക്ഷേ ഇവിടെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് കുക്കർ ഒരെണ്ണം കൈ കരുതണം. അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് ഇൻഡക്ഷൻ പാൻ, അതായത് നോൺ സ്റ്റിക്ക് ഇൻഡക്ഷൻ പാൻ കൊണ്ടുവരണം. ഇവിടെ വന്നിട്ട് കോയിൽ ബേണർ അല്ലെങ്കിൽ ഇൻഡക്ഷൻ ആയിട്ടുള്ള സ്റ്റൗ ആണ് വരിക. അതുകൊണ്ട് നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഇൻഡക്ഷൻ ബേസ് ഉള്ള പാന്, അതുപോലെ അതിന് പറ്റിയ തവി സാധനങ്ങൾ കൊണ്ടുവരണം. പിന്നെ ഒരു ചായയൊക്കെ വെക്കാൻ പറ്റിയ പോലത്തെ ഒരു ചെറിയ പാൻ, എന്താ പറയുക, ചെറിയൊരു സംഭവം, ചെറിയൊരു പാത്രം കൊണ്ടുവരികയാണെങ്കിൽ ഉപകാരപ്പെടും ഇവിടെ. അതുപോലെ അതിന് പറ്റിയ ഒരു അരിപ്പ, ചായ അരിക്കാൻ പറ്റിയൊരു സാധനം. സംഭവം ഇവിടെ എല്ലാം കിട്ടും, $1 സാധനം കിട്ടും. പക്ഷെ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനം ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ വേണ്ടത് നല്ല ഷാർപ്പായിട്ടുള്ള കത്തി. നമ്മുടെ ഇവിടെ അത്ര ഷാർപ്പായിട്ടുള്ള കത്തി കിട്ടും, പക്ഷെ എക്സ്പെൻസീവ് ആണ്. നമ്മുടെ നാട്ടിൽ അത് വളരെ ചീപ്പായിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഷാർപ്പായിട്ടൊരു കത്തി കൊണ്ടുവരികയാണെങ്കിൽ അത് ഇവിടെ നന്നായിട്ട് ഉപകാരപ്പെടും. അതുപോലെ തടി കൊണ്ടുണ്ടാക്കിയ സ്പൂണ്, പിന്നെ എന്താ പറയുക, ടോങ് പോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നന്നായിരിക്കും. കാരണം നമുക്ക് ഇന്ത്യയിലാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടുക, ഇവിടെ കിട്ടും, അതും എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് ചെറിയ എന്താ പറയുക, ഇളക്കാനൊക്കെ പാത്രത്തിൽ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇളക്കാനൊക്കെ ആയിട്ട് വുഡൻ സ്പൂൺ പോലെയുള്ള സാധനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അത് നല്ലതായിട്ട് ഉപകാരപ്പെടും. വലിയൊരു ലിസ്റ്റ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ 1 by 1 ആയിട്ട് പറയാം കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മുടെ വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്യേണ്ട ഒരു ചെറിയ സംഭവമില്ലേ, നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചു വലിച്ചാക്കാവുന്ന ആ സംഭവം ഉണ്ടെങ്കിൽ ഒരു 1-2 തവണ കൈ വെക്കുന്നത് നന്നായിരിക്കും. കാരണം ഒനിയൻ അതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അരിയുകയും ചെയ്യാം. സംഭവം നമുക്ക് ഉപകാരപ്പെടും. കാരണം ഇവിടെ അതിന് നല്ല വിലയുണ്ട്. കാരണം ഒരെണ്ണത്തിന് തന്നെ ഒരു $20 മേലോട്ടൊക്കെയാണ് പറയുന്നത്. നമുക്ക് നാട്ടിലത് 200-300 രൂപയ്ക്ക് സാധനം കിട്ടും. മറ്റേ വെജിറ്റബിൾ കട്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യാവുന്നുള്ളൂ, സിമ്പിൾ സാധനം. പിന്നെ വേണ്ടത് മൈക്രോവേവിൽ വെക്കാവുന്ന ടൈപ്പ് പ്ലാസ്റ്റിക്കിന്റെ പ്ലേറ്റ്, അതായത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞത്. പ്ലാസ്റ്റിക്കിന്റെ പ്ലേറ്റ് കിട്ടുകയാണെങ്കിൽ അത് ഒരു ചെറിയ ബോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ശരിക്കും ഉപകാരപ്പെടും. ഇവിടെ അതൊന്നും വിലയില്ലാത്ത സാധനങ്ങളാണ്, പക്ഷെ വെയിറ്റ് കുറവായതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കൊണ്ടിരുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ എല്ലാവരും അച്ചാർ സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട് വീട്ടിൽ നിന്ന്. അച്ചാറൊക്കെ നല്ല വീട്ടിൽ മമ്മിയും അമ്മയൊക്കെ ഉണ്ടാക്കുന്ന അച്ചാർ കൊണ്ടുവരികയാണെങ്കിൽ അടിപൊളി, നമുക്ക് സുഖമായിട്ട് ഒരു 1-2 മാസം കഴിക്കാനുള്ള അച്ചാറൊക്കെ കിടുവാണ്. കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. ഇവിടെ സാധനം കിട്ടും, അച്ചാർ കിട്ടും, മാംഗോ പിക്കിള്, നാരങ്ങ, എല്ലാ സാധനവും ഇവിടെ കിട്ടും. കുറച്ച് എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല, സംഭവം കിട്ടും നമുക്ക്. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനം നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. അതുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ മിച്ചറോ എന്താ പറയുക, അതുപോലെയുള്ള സ്നാക്സ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാൻ നമുക്ക് വേണമെങ്കിൽ. കാരണം ഇവിടെ കിട്ടുന്ന നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ടുള്ള ടേസ്റ്റുള്ള സാധനങ്ങളായിരിക്കും കൂടുതൽ കിട്ടുന്നത്. നമ്മുടെ സൗത്തിലേക്കുള്ളതിനേക്കാളും കൂടുതലായിട്ട് കിട്ടുക നോർത്തിലേക്കുള്ള മിച്ചർ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാനിപ്പോൾ ഉള്ള സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഉള്ളിലാണ്. ഒരു ഇന്ത്യൻ സ്റ്റോർ കിട്ടണേ തന്നെ ഏകദേശം 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോകണം ഒരു ഇന്ത്യൻ സ്റ്റോർ കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് അച്ചാറൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ ഉപകാരപ്പെടും. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ അന്വേഷിക്കുക നിങ്ങൾ വരുന്ന സ്ഥലത്ത് എങ്ങനെയാണെന്ന്. ഇപ്പം ഞാൻ വരുന്ന സ്ഥലത്ത് എനിക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലമായിരുന്നു. അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ ഇച്ചിരി അച്ചാർ, പിന്നെ തേങ്ങാ ചമ്മന്തി അതുപോലത്തെ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് നമ്മുടെ ബാത്റൂമിലേക്കായിട്ട് മേടിച്ചുകൊണ്ട് വരേണ്ട സാധനങ്ങൾ, നമ്മുടെ പേസ്റ്റ്, ബ്രഷ്, ടൂത്ത് ബ്രഷ്, അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ എല്ലാം വലിയത് കൊണ്ടുവരേണ്ട കാര്യമില്ല, ചെറുത് കൊണ്ടുവരാം. നമുക്കൊരു 1 month മാക്സിമം യൂസ് ചെയ്യാവുന്ന പോലെ. ഇവിടെ വലിയ വിലയൊന്നും ഇല്ല ആ സാധനത്തിന്, നമുക്ക് നോർമലായിട്ട് കിട്ടും. നാട്ടിൽ കിട്ടുന്നതിലും ചീപ്പായിട്ട് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അതൊക്കെ കൊണ്ടുവരാം. പിന്നെ നിങ്ങൾ എന്തായാലും സ്കിൻ കെയർ ആയിട്ട് എന്തെങ്കിലും മെഡിസിൻസ് അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഒരു പ്രിസ്ക്രിപ്ഷൻ കൈവെക്കുന്നത് നല്ലതാണ്. പിന്നെ ഹെയർ കട്ടിന് നല്ല ചിലവുണ്ട്. എനിക്ക് പിന്നെ അതിന് പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ സ്വയം ട്രിം ചെയ്യുകയാണ്. അതുകൊണ്ട് അത് പേടിക്കണ്ട. പിന്നെ താടി ഞാൻ ഇനിയിപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ എന്തായാലും ഞാനൊരു ട്രിമ്മർ കൊണ്ടുവന്നിട്ടുണ്ട്. ട്രിമ്മറിനൊക്കെ ഇവിടെ നല്ല പൈസയാണ്.
പിന്നെ ഹെയർ കട്ടിന് നമ്മൾ സലൂണിൽ പോവുകയാണെങ്കിൽ ഏകദേശം $30 അവർ ചാർജ് ചെയ്യുക. അതുകൊണ്ട് ട്രിമ്മർ കൊണ്ടുവരുന്നത് നന്നായിരിക്കും. നമ്മൾ സ്വയം ചെയ്യാൻ പഠിച്ചിട്ടും കൂടെ വരുവാണെങ്കിൽ അത് അത്ര ഉപകാരപ്പെടും. നമുക്ക് അത്രയും ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത് നമ്മുടെ നെയിൽ കട്ടർ, ചീപ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ അതൊക്കെ എന്തായാലും മസ്റ്റായിട്ട് കൊണ്ടുവരണം. പിന്നെ ചെറിയ സിസർ, നമ്മൾ താടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യാനൊക്കെ ഒരു കത്രിക ഉണ്ടായിരിക്കും, നല്ലതാണ്. പിന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫോണിന് ചാർജർ, ഇയർഫോണ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മറക്കാതെ കൊണ്ടുവരിക. അല്ല നിങ്ങൾ ഇങ്ങോട്ട് വരികയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു പന്ന ഫോണാണ് ഇരിക്കുന്നത് എങ്കിൽ നാട്ടിൽ നിന്ന് ഒരിക്കലും മേടിച്ചിട്ട് വരരുത്. ഇവിടെ വന്നിട്ട് നമുക്ക് ഫോൺ മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടുത്തെ സെയിം ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഫോണുകൾ നമുക്ക് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റിൽ കിട്ടും. നല്ല അടിപൊളി ഫോണുകൾ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വന്നിട്ട് ട്രാവൽ അഡാപ്റ്റർ. ഞാൻ വരുമ്പോൾ ഒരു ട്രാവൽ അഡാപ്റ്ററേ കൊണ്ടുവന്നിട്ടുള്ളൂ. കാരണം എൻ്റെ എല്ലാ പിന്നുകളും വന്നിട്ട് ഇന്ത്യൻ ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ. കാരണം ഇവിടെ എല്ലാം കാനഡയുടെ പിന്നെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ചെറിയ 2 പിന്നാണ്. അതിന് വേണ്ടിയിട്ട് ട്രാവൽ അഡാപ്റ്റർ മസ്റ്റായിട്ട് കൊണ്ടുവരണം. 1, 2, 3 കൊണ്ടുവന്നാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മസ്റ്റായിട്ട് കൊണ്ടുവരേണ്ട ഒരു സാധനമാണ് ട്രാവൽ അഡാപ്റ്റർ. പിന്നെ ഒരു പവർ ബാങ്ക്, ഒരു 20,000 mAh എങ്കിലും ഒരു പവർ ബാങ്ക് കയ്യിലുള്ള ഉപകാരപ്പെടും. നമുക്ക് നമ്മൾ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ചാർജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു പവർ ബാങ്കും കൂടെ കൈ വെക്കുന്നത് നല്ലതാണ്. പിന്നെ ലാപ്ടോപ്പ് ഉള്ളവരാണെങ്കിൽ അത് മസ്റ്റായിട്ട് കൊണ്ടുവരിക. കാരണം നമുക്കിവിടെ ഒരുപാട് ഉപകാരപ്പെടും. പിന്നെ ലാപ്ടോപ്പ് ഇല്ലാത്തവരാണെങ്കിൽ ഇവിടെ വന്ന് വാങ്ങുന്നതായിരിക്കും ലാഭം. ഇവിടെ നല്ല നല്ല ഓഫറിൽ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നല്ല സെയിൽ ഓഫറുകളൊക്കെ വരാറുണ്ട്. അപ്പം ലാപ്ടോപ്പ് വേണമെങ്കിൽ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് വരുന്നതിലും ഇവിടെ വന്നിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ വന്നിട്ട് നമ്മുടെ ബെഡിങ് റൂമിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ബെഡ്ഷീറ്റ് മസ്റ്റായിട്ട് ഒരു 3-4 ബെഡ്ഷീറ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവരിക. ഇവിടെ നല്ല എക്സ്പെൻസീവ് ആണ് ബെഡ്ഷീറ്റിനും പില്ലോ കവറിനും. നമ്മുടെ നാട്ടിൽ ഒരു 1000-2000 രൂപയ്ക്ക് കിട്ടുന്ന ബെഡ്ഷീറ്റിന് ഇവിടെ വന്നിട്ട് $40-50-$60 കൊടുക്കേണ്ട അവസ്ഥയാണ്. ബ്ലാങ്കറ്റ് അവിടെ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ബ്ലാങ്കറ്റ് നമുക്ക് വില കുറച്ച് കിട്ടും. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ ഇവിടെയുള്ള റൂമുകളെല്ലാം തന്നെ ഹീറ്റഡ് ആണ്. അതുകൊണ്ട് തണുപ്പിൻ്റെ ഒരു പ്രശ്നം പരിക്കാത്ത വരുന്നില്ല നമുക്ക്. പിന്നെ ബ്ലാങ്കറ്റിൻ്റെ ആവശ്യമില്ല. ഒരു ചെറിയ ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാവുന്നേ ഉള്ളൂ. പിന്നെ ബ്ലാങ്കറ്റ് വാങ്ങണേ തന്നെ ഇവിടെ നമുക്ക് മറ്റേ ഡിവൈറ്റ് കിട്ടും. അത് വാങ്ങിയാൽ മതി. അത് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വന്നിട്ട് മെഡിസിൻസ്. ഞാൻ വന്നപ്പോഴത്തേനും അളിയനും പെങ്ങളും എല്ലാം നേഴ്സുമാരായതുകൊണ്ട് ഒരു ബാഗ് നിറയെ മെഡിസിനുമായിട്ടാണ് വന്നത്. പനിക്ക്, ജലദോഷത്തിന്, വയറുവേദനയ്ക്ക്, ഛർദിക്ക് എന്ന് വേണ്ട എല്ലാത്തിനുള്ള മെഡിസിൻസുമായിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റീമറാണ്. ഞാൻ നാട്ടിൽ നിന്ന് നമ്മുടെ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ഈ സാധനം, സ്റ്റീമർ. ഇതിന് ഏതാണ്ട് 1180 അങ്ങനെ എന്തോ ആയിരുന്നു ഇതിൻ്റെ വില. നോർമലി മേടിക്കുന്നതിലും കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള സാധനം ഞാൻ വാങ്ങിയിട്ട് വന്നതാണ്. പിന്നെ വേണ്ടത് ഈ മെഡിസിൻ എല്ലാം കൂടാതെ ഞാനിപ്പോൾ കണ്ണാടി യൂസ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കണ്ണാടി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും 1, 2, 3 പെയർ ഗ്ലാസ്സസ് കയ്യിൽ കരുതണം. ഞാൻ വരുമ്പോഴത്തേനും ഞാൻ ലെൻസ് കാർട്ടിൻ്റെ ഇതിൽ നിന്ന് ബൈ 1 get 1 2 മേടിച്ചിട്ടാണ് വന്നത്. പിന്നെ ഇതും പുതിയത് തന്നെയായിരുന്നു. അങ്ങനെ 3 ഗ്ലാസ് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം 3 കൂടുതൽ വാങ്ങിയാലും കുഴപ്പമില്ല ഇവിടെ. കാരണം ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടേ നമുക്ക് എന്തും കിട്ടുള്ളൂ. അതിന് സമയം ഒരുപാട് എടുക്കും. അതുകൊണ്ട് എന്തായാലും ഒരു 2 പേർ കയ്യിൽ എക്സ്ട്രാ കരുതുന്നത് എപ്പോഴും ഉപകാരപ്പെടും. പിന്നെ ഒരു മെഡിസിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാണ്, ഒരു സ്വിങ് കിറ്റ്, അതായത് നമ്മുടെ ചെറിയ തുണിയൊക്കെ തുന്നുന്ന സംഭവം എപ്പോഴൊന്നും ഉപകാരപ്പെട്ടില്ലെങ്കിലും സംഭവം കയ്യിലുള്ളത് നന്നായിരിക്കും. കാരണം ഇവിടെ കിട്ടും, $1 സാധനം കിട്ടും. പക്ഷെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും നല്ലതാണ്. അത് വലിയ വിലയൊന്നും കാര്യം ഉണ്ടാവില്ല അവിടെ 2 സൂചി നൂല് മേടിക്കുന്നതിന്. അതുകൊണ്ട് ഒരു സ്വിങ് കിറ്റും കൈ കരുതുന്നത് നല്ലതാണ്. പിന്നെ മെഡിക്കലിൻ്റെ കൂട്ടത്തിൽ പറയുമ്പോഴത്തേനും ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ഒരു ചെറിയ ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നത് നല്ലതാണ്. ബാൻഡേഡ്, പിന്നെ ചെറിയ ഓയിൽമെൻറ്റ്, പൊള്ളലിനുള്ള ഓയിൽമെൻറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്തായാലും അത് ഉപകാരപ്പെടും. കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് പനിയും ജലദോഷം ഒക്കെ ആയിരുന്നു. ഞാൻ കൊണ്ടുവന്ന എൻ്റെ മെഡിസിൻസ് എല്ലാം തന്നെ ഞാൻ ഉപയോഗിച്ച കാര്യം പറഞ്ഞാൽ. പിന്നെ വന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് മമ്മി എനിക്ക് പാക്ക് ചെയ്തിട്ട് കുറച്ച് ജാതിക്കയും തേനും പിന്നെ ഗ്രാമ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ വയറുവേദന വല്ലതും വരുവാണെങ്കിൽ ജാതിക്കയും തേനും കൂടെ കഴിച്ചോളാനൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊണ്ടുവന്നാൽ മതി. പിന്നെ വന്നിട്ട് ബാഗിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും ഒരു നല്ല ക്വാളിറ്റി ഉള്ള ലാപ്ടോപ്പ് ബാഗും പിന്നെ ഒരു ബാക്ക് പാക്കും കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. സെയിം തന്നെ ലാപ്ടോപ്പ് ബാഗും ബാക്ക് പാക്കുമായിട്ട് യൂസ് ചെയ്യണ ഒരെണ്ണം കൊണ്ടുവരിക.
പിന്നെ ഒരു ചെറിയ ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ സാധനങ്ങൾ കൊണ്ടുവരാനും ചെറിയ ക്യാപ്പ് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വെക്കാനുണ്ടെങ്കിൽ ചെറിയൊരു ബാക്ക് പാക്ക്, അതായത് ജിമ്മിലൊക്കെ പോകുന്നവർ യൂസ് ചെയ്യുന്ന പോലെ ചെറിയ ബാഗ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം അതൊക്കെ ഇവിടെ എക്സ്പെൻസീവ് ആണ്. പിന്നെ വന്നിട്ട് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം ക്ലോത്തിങ്ങിൻ്റെ കാര്യമാണ്. ജാക്കറ്റ്, വിൻ്റർ ജാക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുവരാം, ഇല്ലെങ്കിൽ ഇവിടെ വന്ന് വാങ്ങുന്നതായിരിക്കും ലാഭം. കാരണം ഇവിടെ വന്ന് ഞാൻ നോക്കിയിട്ട് നാട്ടിൽ നിന്ന് ഞാൻ നോക്കുമ്പോഴത്തേനും -20 വന്നിട്ട് ഏകദേശം 7000+ ആയിരുന്നു ചാർജ് വന്നിട്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ നോക്കുമ്പോഴത്തേനും ഒരു $20 $29 നമുക്ക് -26 ജാക്കറ്റ് കിട്ടുന്നുണ്ട്. അപ്പം ജാക്കറ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോ കുഴപ്പമില്ല, പക്ഷേ ഒരു സിമ്പിളായിട്ടുള്ള ജാക്കറ്റ് മേടിച്ചിട്ട് വന്നാൽ മതി. ഇല്ലാത്തവരാണെങ്കിൽ, ഉള്ളവർ കൊണ്ടുവന്നതിന് ഒരു കുഴപ്പമില്ല. പുതുതായിട്ട് വാങ്ങുന്നവർ ഇവിടെ വന്നിട്ട് വാങ്ങുന്നതായിരിക്കും ലാഭം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ വിൻ്റർ ബൂട്ട് സാധനങ്ങളൊക്കെ ഉള്ളവർ കൊണ്ടുവന്നോളൂ, പക്ഷേ ഇങ്ങോട്ട് വരാനായിട്ട് പുതിയത് വാങ്ങേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഗ്ലൗസ്, പിന്നെ വന്നിട്ട് നമ്മുടെ മഫ്ലേഴ്സും സ്ക്രാപ്പും വന്നിട്ട് നാട്ടിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും ലാഭം. നല്ല ക്വാളിറ്റി ഉള്ള സാധനം നമുക്ക് അവിടെ കിട്ടും. ഇവിടെ അത്ര പോരാ. എൻ്റെ ഒരു ഫസ്റ്റ് 1 മന്തിലുള്ള എക്സ്പീരിയൻസിൽ, ഷോപ്പിംഗ് എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ അത് മേടിക്കുന്നതായിരിക്കും. പിന്നെ ഒരു ക്യാപ്പ്, നമ്മുടെ ചെവി കവർ ചെയ്യുന്ന പോലെ ഒരു നല്ല ക്യാപ്പ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു 1-2 മന്ത്സിൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വന്നിട്ട് തെർമൽസ് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 1-2 ജോഡി വാങ്ങിക്കോളൂ, അത് ഫുൾ സെറ്റ് വാങ്ങുക. ഒരു -10 -15 വരെയൊക്കെ നമ്മുടെ ഇന്ത്യയിലെ തെർമൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ 15 മേളോട്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടുന്ന് തന്നെ തെർമൽസ് വാങ്ങേണ്ടി വരും. ഇച്ചിരി കട്ടിയുള്ള തെർമൽസ് ആണ് ഇവിടെ ഉള്ളത്. അത് നമുക്ക് നന്നായിട്ട് ഉപകാരപ്പെടും. പക്ഷേ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന സാധനം കൊള്ളില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. 1-2 പേര് നമ്മുടെ കയ്യിലിരുന്നോട്ടെ, നമുക്ക് ഉപകാരപ്പെടും. ഒരു -15 വരെയൊക്കെ നമുക്കത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത്, നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒരു 2 ബ്ലാക്ക് പാൻറ്റ്, ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള 2 പാൻറ്റ്, പിന്നെ ഫോർമൽ ആയിട്ടുള്ള ഒരു 2 പാൻറ്റ്, പിന്നെ ഒരു 1-2 വെള്ള ഷർട്ടോ ടീഷർട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫോർമൽ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ നല്ലതായിരിക്കും ഇവിടെ. കാരണം നമ്മൾ ഫോർമൽ പാൻറ്റൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ സൈസിന് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന പരിപാടിയൊന്നുമില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആണ്. നാട്ടിൽ നിന്നാണ് നമ്മൾ പാൻറ് എടുത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ആൾട്ടർ ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ടുള്ള എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് തന്നെ അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. പിന്നെ ടീഷർട്ടിൻ്റെ കാര്യം പറയുവാണേലും ഒരു 2-4 ടീഷർട്ടുകൾ കൊണ്ടുവരിക. പിന്നെ ഇന്നറിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ വന്നിരിക്കുന്ന എൻ്റെ വീട്ടിലിപ്പോൾ വാഷിങ്ങിനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ വരുന്നിടത്ത് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് വേറൊരിടത്ത് പോയിട്ട് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ഇന്നർ ഗാർമെൻറ്റ്സ് കൊണ്ടുവരിക. അതുപോലെ സോക്സ് വരുമ്പോൾ സോക്സും ഇവിടെ ചീപ്പാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാലും ഒരു 5-6 പേര് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. ആങ്കിൾ സോക്സ് ആണ് കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യണത്. അപ്പോൾ ആങ്കിൾ സോക്സ് നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നത് നന്നായിരിക്കും. പിന്നെ വന്നിട്ട് ടവല് വന്നിട്ട് ഇവിടെ നല്ല എക്സ്പെൻസീവ് ആണ്. നമുക്ക് ഇന്ത്യയിൽ നിന്ന് നല്ല ഗുഡ് ക്വാളിറ്റി ആയിട്ട് ചീപ്പായിട്ട് സാധനം കിട്ടും. അപ്പോൾ നമ്മുടെ ഫുള്ള് ബാത്ത് ടവലും ഹാൻഡ് ടവലും പിന്നെ എല്ലാ ടവൽസും നാട്ടിൽ നിന്ന് ഒരു സെറ്റായിട്ട് നമുക്ക് കിട്ടും. ആമസോണിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ സെറ്റായിട്ട് സാധനം കിട്ടും. അതും കൊണ്ടുവരണം. പിന്നെ വന്നിട്ട് ഷൂസ്, നോർമൽ ഷൂസ് നിങ്ങളുടെ കയ്യിൽ നല്ല ക്വാളിറ്റി ഉള്ള ഷൂസ് ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്നതിന് ഒരു വിഷയമില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് അങ്ങനെയുള്ള ഷൂസുകൾ, അഡിഡാസിൻ്റെ പ്യൂമയുടെ ബ്രാൻഡഡ് ഷൂസ് വന്നിട്ട് ഇവിടെ എപ്പോഴും ഒരു 50% അല്ലെങ്കിൽ 30% ഓഫിൽ സാധനം ഉണ്ടാവും. ഒരു 70%, 50%, 30% എപ്പോഴും ഓഫറിൽ ഷൂസുകൾ കിട്ടും. അതുകൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് പുതിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂസ് ഒന്നും വാങ്ങണമെന്നില്ല. ഇവിടെ വന്നിട്ട് നമുക്ക് ഷൂസ് വാങ്ങാവുന്നതേ ഉള്ളൂ. പിന്നെ വന്നിട്ട് നിങ്ങൾ വാച്ചൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ബാറ്ററിക്ക് ഭയങ്കര പൈസയാണ്. അതുകൊണ്ട് പക്ഷേ വാച്ച് പുതിയത് വാങ്ങാൻ വേണ്ടി ഇവിടെ ചീപ്പുമാണ്. അപ്പോൾ പുതിയ വാച്ച്, പഴയ വാച്ചാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ ഒരു എക്സ്ട്രാ ബാറ്ററി കരുതുന്നത്, അല്ലെങ്കിൽ ഒന്ന് ബാറ്ററി മാറിയിട്ട് വരുന്നത് നന്നായിരിക്കും. പിന്നെ വന്നിട്ട് പറയാനുള്ളത്, ഞാനിപ്പോൾ ഉള്ളതൊക്കെ ഉള്ളിലുള്ളൊരു പ്രദേശമാണ്. അപ്പം ഇവിടെ ലൈസൻസ് മസ്റ്റാണ്. നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പം നാട്ടിൽ നിന്നുള്ള ലൈസൻസിൻ്റെ എക്സ്ട്രാക്ട് കൊണ്ടുവരുവാണെങ്കിൽ നമുക്കിവിടെ നന്നായിട്ട് ഉപകാരപ്പെടും. കാരണം നമുക്ക് നേരെ മെയിൻ ടെസ്റ്റിലേക്ക് പോകാൻ പറ്റും. ഞാനിപ്പോൾ ഉള്ള നൊവാസ്കോഷ്യയിലാണ്. ഇവിടുത്തെ രീതികളൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം ലേണേഴ്സ് ടെസ്റ്റ് എടുത്തു, ലേണേഴ്സ് പാസ്സായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എൻ്റെ ഐ ടെസ്റ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അറിയത്തുള്ളൂ എൻ്റെ
ഇന്ത്യയിലെയും ദുബായിലെയും ലൈസൻസ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇവിടെ നേരെ ടെസ്റ്റിലേക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അവിടെ പോയിട്ട് ഓഫീസേഴ്സായിട്ട് സംസാരിച്ച് നോക്കണം. പിന്നെ വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് മസ്റ്റായിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ വീട്ടിലേക്ക് യൂസ് ചെയ്യാനുള്ള പൗഡേഴ്സ്, മറ്റേ കിച്ചണിലേക്ക് യൂസ് ചെയ്യാനുള്ള പൗഡേഴ്സ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സംഭവങ്ങളെല്ലാം ഇവിടെ കിട്ടും. എന്നാലും നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു 1-2 മാസത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ അരി കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ കിട്ടുന്ന അരി എന്ന് പറഞ്ഞാൽ മറ്റേ തിന്നായിട്ടുള്ള അരിയാണ്. ഞാനിപ്പോൾ ഉള്ള ഒരുപാട് ഉള്ളിലാണ്. എനിക്കിവിടെ കിട്ടുന്ന മറ്റേ വെള്ള കുഞ്ഞരിയാണ്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുത്തരി ഒരു 3 കിലോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്ന് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ കൂടത്തിൽ ഉള്ളത് ഒരു 3-4 നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പം അവർ വന്നിട്ട് കൂടുതലും ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഞാനും ചപ്പാത്തിയായിട്ട് അഡ്ജസ്റ്റ് ആയി. ഇപ്പം അങ്ങനെയെങ്കിലും കുറച്ച് വണ്ണം കുറയട്ടെ എന്ന് കണ്ടിട്ട് ഞാനും ഇപ്പോൾ വൈകിട്ട് ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ചോറൊന്നും ഇതുവരെ വെച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് അതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ കുറച്ച് അരി കൊണ്ടിരുന്നത് നന്നായിരിക്കും. കുത്തരി പോലെയുള്ള സാധനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അത് ഉപകാരപ്പെടും. പക്ഷെ നിങ്ങൾ ടൗണിലേക്കൊക്കെയാണ്, ടൊറോണ്ടോ പോലെയുള്ള ഭാഗത്തേക്കൊക്കെയാണ് വരുന്നതെങ്കിൽ ഇഷ്ടംപോലെ ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും അവിടെ കിട്ടും. ഞാനിപ്പോൾ ഉള്ളത് നൊവാസ്കോഷ്യയുടെ ഒരു ഉൾപ്രദേശത്താണ്. അതുകൊണ്ട് ഇവിടെ ഇന്ത്യൻ സ്റ്റോറിലേക്ക് പോകണമെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 2 hours ഡ്രൈവ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രദേശത്തേക്ക് വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ഐറ്റംസ് കുറച്ച് അരി, പൗഡേഴ്സൊക്കെ കൊണ്ടിരുന്നാൽ നന്നായിരിക്കും. പിന്നെ വന്നിട്ട് പറയാനുള്ളത്, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം പറഞ്ഞു. അത് എക്സ്ട്രാക്ട് മസ്റ്റായിട്ട് കൊണ്ടുവരിക. നമുക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പം ഈ ഒരു ഐറ്റംസ് ഒക്കെയാണ് എനിക്കിപ്പോൾ ഉള്ള ഒരു 1-1.5 മാസം കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഈ ചെറിയ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ ഐറ്റംസ് ഇതിനകത്ത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഇതൊന്നും വേണ്ടാത്തതാണെന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.